ഞാനിപ്പോൾ നിങ്ങളെക്കാട്ടിലും ശമ്പളം വാങ്ങിയാൽ നിങ്ങൾക്ക് എന്നോട് അസൂയ ഉണ്ടാവും? അല്ലെ ഞാൻ നിങ്ങളെക്കാട്ടിലും ഫേമസ് ആയി അപ്പോൾ നിങ്ങൾക്ക് അസൂയ ഉണ്ടാവുക? ഫേമസ് ആണല്ലോ എന്നെക്കാട്ടിലും. എന്നോട് എല്ലാവരും അബ്ദുള്ളാൻ്റെ അമ്മേന്നാ ചോദിക്കൽ. അസൂയൊന്നുമില്ല. ഇനി ഇപ്പോൾ നിങ്ങളും ഉപ്പയും നമ്മളെ ഈ വീട് നിങ്ങൾ ഉണ്ടാക്കിയ വീടുണ്ടല്ലോ, ഇതിനേക്കാളും വലിയൊരു വീട് ഞാൻ ഉണ്ടാക്കി, അപ്പം നിങ്ങൾക്ക് അസൂയ ഉണ്ടാവുക? ഇതിനേക്കാളും വലിയ വീട് ഉണ്ടാക്കണമല്ലോ, അതാണ് ഇപ്പം നമ്മളെ പൂതി. അപ്പോൾ ശരിക്ക് ലോകത്ത് നമ്മളോട് അസൂയ എന്ന് പറഞ്ഞത് ഒരിക്കലും ഉണ്ടാവാത്ത ഒരു വിഭാഗമുള്ളൂ. ശരിക്കും നമ്മളെ പെണ്ണുങ്ങൾക്ക്, നമ്മളെ സഹോദരന്മാർക്ക്, സുഹൃത്തുക്കൾക്ക്, സഹപ്രവർത്തകർക്ക് ഒക്കെ അസൂയ ഉണ്ടാവും. പക്ഷെ മാതാപിതാക്കൾ, ഉമ്മ ഉപ്പ, ഓൽക്ക് നമ്മളോട് ഒരിക്കലും അസൂയ ഉണ്ടാവില്ല. ഓൽക്ക് മാത്രം നമ്മളോട് ഒരിക്കലും അസൂയ ഉണ്ടാവില്ല, അല്ലേ? അതിന് ഉദാഹരണം ഖുറാനിൽ തന്നെ ഉണ്ടല്ലോ. യൂസുഫ് അലൈഹിസ്സലാം വന്നിട്ട് വാപ്പാനോട് പറയണ്ടേ, യാക്കൂബ് അലൈഹിസ്സലാം, യാ അബത്തി ഇന്നി റഅയ്തു അഹദ അശറ കൗകബൻ വശംസ വൽ ഖമറ റഅയ്തുഹും ലീ സാജിദീൻ. എന്താ അതിൻ്റെ അർത്ഥം എനിക്കറിയില്ലേ? അപ്പോൾ പിന്നെ സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും പിന്നെ എൻ്റെ മുന്നിൽ സുജൂദിൽ വീഴുന്നത് ഞാൻ കണ്ടു, സ്വപ്നത്തിൽ കണ്ടു എന്നാണ് പറയണത്. അപ്പോൾ പ്രവാചകനാണ്. അപ്പോൾക്ക് ശരിക്ക് യൂസുഫ് അലൈഹിസ്സലാമിന് അന്ന് അതിൻ്റെ വ്യാഖ്യാനം അറിയില്ല, കാരണം കുട്ടിയാണ്. അപ്പോൾക്ക് ശരിക്കും അറിയാം ഈ മുന്നിൽ നിൽക്കുന്ന കുട്ടി എന്നെക്കാളും വലുതാവാനുള്ളവനാണ്, എന്നെക്കാളും വലിയ നബിയോ, എന്നെക്കാളും വലിയ പ്രവാചകനാവാനുള്ളതാണ്. അതായത് ഞാനും ഒരാളെ മുന്നിൽ സുജൂദ് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ അയാള് എന്നെക്കാളും വലിയവനാവണല്ലോ. അപ്പോൾ വാപ്പാക്ക് അസൂയ ഉണ്ടായില്ലല്ലോ. അതിൽ പിന്നെ ഇതിൽ രസകരം, ഇപ്പോൾ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ നക്ഷത്രങ്ങൾ 11 സഹോദരങ്ങളാണ്. ഈ 11 സഹോദരങ്ങളും ഇവരുടെ മുമ്പിൽ സുജൂദ് ചെയ്യും. പിന്നെ സൂര്യനും ചന്ദ്രനും വാപ്പയും ഉമ്മയും, അതായത് ഈ യാക്കൂബ് നബിയും ഭാര്യയും മകൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യും. ഇത് നല്ല രസമുള്ളൊരു തഫ്സീറിൽ എന്താ വെച്ചാൽ, ഇവിടെ ആരാണ് സൂര്യൻ, ആരാണ് ചന്ദ്രൻ? ആരാ? സാധാരണ നമ്മള് സൂര്യൻ വാപ്പയും ചന്ദ്രൻ ഉമ്മയെന്നായിരിക്കും. അങ്ങനെയല്ല. എന്നാല് വ്യക്തിബന്ധങ്ങളുടെ കൂട്ടത്തിൽ ശരിക്കും വാപ്പാനെക്കാട്ടിലും സ്ഥാനം വാക്ക. ഇവിടെ സൂര്യൻ ഉമ്മയാണ്, ചന്ദ്രൻ വാപ്പയാണെന്നുള്ളൊരു തഫ്സീറിൽ കാണാൻ പറ്റും. അപ്പോൾ ഏതായാലും പിന്നെ നമ്മളെ വിഷയം, അപ്പോൾ ഞാൻ എൻ്റെ കുട്ടീൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യേണ്ടി വരും. അത്രയും വലിയ മകനാകാൻ പോവാണ്, അത്രയും വലിയ ആളാകാൻ പോവാണ്, അത്രയും വലിയ നബി ആകാൻ പോവാണ്. പക്ഷെ അപ്പോൾ വാപ്പ എന്താ പറഞ്ഞത്? ഞങ്ങളെ പേടിച്ചല്ലോ. ഉമ്മാനോട് പറഞ്ഞ കുഴപ്പമില്ല, എന്നോടും പറഞ്ഞ കുഴപ്പമില്ല. അടുത്തായത് قال يا بني لا تقصص رؤياك على إخوتك فيكيدوا لك كيدا إن الشيطان للإنسان عدو مبين. നീ സഹോദരങ്ങളോട് ഇത് പറഞ്ഞു കൊടുക്കരുത്, അപ്പോൾ അവര് നിനക്കെതിരെ കുതന്ത്രം പ്രയോഗിക്കും. പിശാച് എപ്പോഴും മനുഷ്യന്റെ ശത്രുവാണ്. പിശാച് ഇവരെ അതിനിങ്ങനെ തോന്നിപ്പിക്കും. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു. സഹോദരങ്ങൾ എന്ത് ചെയ്ത് പിന്നീട് വധിക്കാൻ ആലോചിച്ചു, പൊട്ടക്കിണറ്റിലിട്ട് പോന്നു എന്നുള്ളതാണ്. ഈ ആയത്ത് അവസാനിപ്പിക്കുന്നതിൽ രസമുണ്ട്. സഹോദരങ്ങളുടെ കുതന്ത്രത്തെ പറ്റി പറഞ്ഞിട്ടും ആയത്തിൽ പിന്നെ പോലും മോശക്കാരാന്നല്ല പറയുന്നത്, ശൈത്താൻ പ്രശ്നക്കാരനാണെന്ന് പറഞ്ഞു. അപ്പം അതൊരു നമ്മളൊരാളെ ബ്ലെയിം ചെയ്യുകയാണെങ്കിൽ പോലും നമ്മൾ കാണിക്കേണ്ട ഒരു മാതൃകയാണ് ഇവിടെ. ശരിക്കും അയാൾ കുറ്റം ചെയ്തു നമുക്കറിയാം, എന്നാലും പറയാം അത് ഓൻ്റെ കുഴപ്പമല്ല, ഓന് നല്ല ആൾ തന്നെയാണ്. പക്ഷേ പിശാചിൻ്റെ പിന്നിൽ അവനെ പ്രലോഭിപ്പിച്ചാണ്. ഏതായാലും നമ്മൾ പോയിന്റ് ചുരുക്കി പറഞ്ഞാലും അസൂയ ആർക്കും ഉണ്ടാവും നമ്മളോട്. അപ്പോൾ അത് നമ്മൾ കരുതിയിരിക്കണം, അല്ലേ? നമ്മുടെ മനസ്സിൽ ആരോടും അസൂയ ഇല്ലാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. എല്ലാ സംഗതികളും എല്ലാവരോടും ഒന്നും അങ്ങനെ പറയും വേണ്ട. അത് കഴിഞ്ഞൊരു പാട്ടാണ്, പറയണ്ടെന്ന് വാപ്പന്നെ പറഞ്ഞതേ. അപ്പോൾ നമ്മൾക്ക് പുരോഗതി ഉണ്ടാവുന്ന സംഗതിയാണെങ്കിലും അത് എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെട്ടോളന്നില്ല. നമ്മുടെ മുന്നിൽ തന്നെ നമ്മൾക്കുള്ള അസൂയലുക്കൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അതൊരുതി എല്ലാവരും നമ്മളോട് അസൂയുള്ളവരാണെന്ന് അങ്ങനെ കരുതിയിരിക്കണ്ട, ഉണ്ടായേക്കാം, അത്രേ ഉള്ളൂ. ഇപ്പം എല്ലാ അച്ചീവ്മെൻറ്റ്സ് ഒന്നും നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല ശരിക്കും, അല്ലേ? അല്ലെങ്കിൽ നടക്കാൻ പോണ സംഗതിനെ പറ്റി കുറച്ച് ദുആ ചെയ്യാൻ അഭ്യർത്ഥിക്കും ചിലപ്പോൾ. പക്ഷേ ദുആ ചെയ്യണേക്കാളും ചിലപ്പോൾ അസൂയാലുക്കളേക്കും ഉണ്ടാവാം. അപ്പോൾ
എന്താണ് അസൂയാലുക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് ഹദീസൊക്കെ ഉണ്ടല്ലോ അല്ലേ, എങ്ങനെയൊക്കെ ശരി ഹാസിദ് ഹാസിദ് അസൂയാലും എന്തും ചെയ്യും ചിലപ്പോൾ, നമുക്ക് അറിയാത്ത രൂപത്തിൽ ചിലപ്പോൾ എന്തും ചെയ്യും അവർ. അപ്പം അതൊക്കെ സൂക്ഷിച്ച് നമ്മൾ നമ്മുടെ അത്രയും ഗുണകാംക്ഷികളായിട്ടുള്ള ആളുകളോട് മാത്രം വരുന്ന പദ്ധതികളെ പറ്റിയൊക്കെ പറയാം, പ്രാർത്ഥിക്കാനൊക്കെ.